പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിശ്വാസത്തെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിക്കുക സാധ്യമല്ല. എബ്രായർക്കാരുടെ ലേഖനത്തിൽ 11:6 ഇങ്ങനെ വചനം പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമില്ലാത്തതും പ്രവൃത്തിയില്ലാത്തതുകൊണ്ട് വിശ്വാസത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുക മനുഷ്യർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ വചനത്തിലൂടെ നമ്മൾ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും, പ്രത്യേകിച്ച് രോഗികളായി കിടക്കുന്ന പലവിധ വേദനയിലും ദുഃഖത്തിലുമായി കഴിയുന്ന ഓരോ മക്കൾക്കും ഈ വചനം ഒരു അനുഭവമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് അത്ഭുതത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുക? അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവകൃപയാൽ നമ്മളെ നയിക്കുന്നതാണ്. ആ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് ശക്തിയായിട്ട് രൂപാന്തരപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അനേക മക്കൾ വിശ്വാസത്തിൽ വളരുന്ന അനുഭവങ്ങൾ കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, ബ്രദറെ, പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രത്യേക അനുഭവങ്ങളൊന്നും കിട്ടുന്നില്ല. അതായത് മറ്റുള്ളവരെ പോലെ സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല, ഒരു തളർച്ച അനുഭവങ്ങൾ വരിക. അപ്പോൾ അതിൻ്റെ കാരണം ഈശോ പറയാണ്, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. എല്ലാ കാര്യത്തിലും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയമുള്ളവരെ, ഒരു സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷെ ആഴമായിട്ടുള്ളൊരു വിശ്വാസ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ ഇല്ല. കാരണം അങ്ങനെയാണ് അവരുടെ ജീവിതാവസ്ഥ. എന്നാൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ശക്തി നിറയാൻ തുടങ്ങി. അങ്ങനെ കണ്ണുകൾ നിറഞ്ഞു, ഉള്ളിൽ പ്രത്യാശ നിറയുന്ന ഒരു അനുഭവം ആ സ്ത്രീക്കുണ്ടായി. അങ്ങനെ ഈ സ്ത്രീക്ക് ഈശോയുടെ അനുഭവം കിട്ടാനായിട്ട് സാധിച്ചു. അങ്ങനെ ഉള്ളിൽ വിശ്വാസം അവരുടെ ജീവിതത്തിൽ വളരാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൊറിന്ത്യോസുകാരുടെ ലേഖനത്തിൽ വീണ്ടും ഇങ്ങനെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ. അപ്പം നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കുക? നമുക്കറിയാം, ഒരു ശരീരത്തിൽ ഒരു ബ്ലഡിൽ എന്തെങ്കിലും രോഗാവസ്ഥയുണ്ടെങ്കിൽ ഡോക്ടർമാരെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡ് പരിശോധന നടത്തുന്നു, ടെസ്റ്റ് നടത്തുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് പരിശോധനയിൽ അറിയാം. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ എങ്ങനെ പരിശോധിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും? അതാണ് നമ്മളെ ചോദ്യം. അപ്പോൾ വിശ്വാസം പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ വിശ്വാസം പരിശുദ്ധാത്മാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസത്തിൽ വളരാനായിട്ട് സാധിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പം വചനം നമ്മൾ ആഴപ്പെടുമ്പോൾ, വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ വളരാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലരൊക്കെ വചനം ശ്രവിക്കുന്നു, വചനം കേൾക്കുന്നു, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു, പക്ഷെ പ്രത്യേക അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ആഴപ്പെടാത്തതിൻ്റെ അനുഭവം കൊണ്ടാണ് ഇത് വരാത്തത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇപ്പം നമുക്കറിയാം, ഈശോയുടെ കാലഘട്ടത്തിൽ അനേകർ രോഗികളായിട്ടുള്ള വ്യക്തികളൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈശോയുടെ അടുത്തേക്ക് ചെന്നത്. അന്ധനായ മനുഷ്യൻ അവിടുന്ന് വിളിച്ചപേക്ഷിക്കുകയാണ്, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. കൂടെയുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ അവിടെ സാധിച്ചു മിണ്ടാതിരിക്കെ. എങ്കിലും ആ അന്ധനായ മനുഷ്യൻ വിശ്വാസം മൂലം വിളിച്ചപേക്ഷിച്ചു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കഴിയണമേ. ആ വിശ്വാസത്തിൻ്റെ ശക്തി യേശു കണ്ടു. അങ്ങനെയാണ് ആ അന്ധനായ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്ന്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം എന്ന് പറയാം. ആ വിഷയാചിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ, അതൊന്നും വേണ്ടാതെ എനിക്ക് കാഴ്ച ലഭിക്കണം എന്നുള്ള വിശ്വാസമാണ്. ഇതുപോലെയാണ് ബൈബിളിലുടനീളം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഈശോ പ്രവർത്തിച്ച വിശ്വാസ അനുഭവത്തെക്കുറിച്ച്. 12 വർഷമായിട്ട് രക്തസ്രാവമായിട്ടുള്ള സ്ത്രീയെ പലരും കേട്ടിട്ടുണ്ട്. എന്നാലും ആ സ്ത്രീയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമാണ്.
ഈശോ കടന്നു വരുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ ഇതിലൊന്ന് തൊട്ടാൽ മതി എന്നുള്ള ഒരു വിശ്വാസം ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ പേടിച്ചിട്ടാണെങ്കിലും വന്ന് ഈശോയുടെ ആ വസ്ത്രത്തിലൊന്ന് തൊട്ട് കഴിഞ്ഞ ഉടനെ സൗഖ്യം ലഭിക്കുകയാണ് ആ സ്ത്രീക്കുണ്ടായത്. ഉടനെ നിൻ്റെ വിശ്വാസം, ഈശോ പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. ഇതുപോലെ നമ്മൾ വിശ്വാസം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ദാഹമുണ്ടാകണം. ഈ ദാഹത്തിലൂടെയാണ് നമുക്ക് വിശ്വാസത്തെ കണ്ടെത്താനായിട്ട് സാധിക്കുക. ഇന്ന് അനേകർ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പ്രത്യേകിച്ചൊരു അനുഭവം, ഒരു വിശ്വാസ അനുഭവം എനിക്ക് ലഭിക്കുന്നില്ല. ഇതിൻ്റെ കാരണം വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് വളരാൻ വേണ്ടിയിട്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് മാത്രം. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ഒരിക്കലൊരു രോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരുപാട് നിരാശയും ദുഃഖവും ഒക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങളും വേദനകളും എല്ലാം അയാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളായിട്ട് കിടക്കുക. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ നിരാശ വേദനകളെല്ലാം മാറി. അങ്ങനെ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാകാനായിട്ട് സാധിച്ചു. എനിക്കൊരു ധ്യാനം കൂടണം, ധ്യാനം കൂടി എനിക്ക് വിശ്വാസത്തിൽ വരണം, എൻ്റെ രോഗം സുഖമാകും എന്നുള്ള വിശ്വാസത്തിൻ്റെ ശക്തി ആ പ്രാർത്ഥനയിലൂടെ അയാൾക്ക് ലഭിക്കാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ നമ്മൾ ആഴമായി ദൈവത്തിൽ വിശ്വസിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനായിട്ട് സാധിക്കും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറഞ്ഞില്ലേ, വിശ്വസിച്ചാൽ അവിടുന്ന് പ്രവൃത്തിയിൽ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വരാൻ തുടങ്ങും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വരാൻ തുടങ്ങുമ്പോൾ എന്തെന്ന് പറയുമോ, നമുക്ക് ഒരു ജീവൻ തുടിക്കുന്ന അനുഭവം നമ്മുടെ ശരീരത്തിലുണ്ടാകാം. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ശക്തിയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ. ഒരിക്കൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഒരു കൊച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ പറയുകയാണ്, ഈശോപ്പന് അവിടെ ഇരിപ്പുണ്ട് ദിവ്യകാരുണ്യത്തിൽ. ആ കൊച്ചിൻ്റെ കണ്ണ് ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ കൊച്ചിന് നോക്കുമ്പോൾ ഈശോപ്പനെ കാണുന്നില്ല. അപ്പോൾ അമ്മ ചൂണ്ടിയിട്ട് വീണ്ടും പറയുകയാണ്, മോളെ അതാണ് ഈശോപ്പൻ, അതായത് ഇതിനകത്ത് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ ഉണ്ട്. അപ്പോൾ ആ കൊച്ചിന് ചെറുപ്പം മുതലേ ആ കൊച്ചിൻ്റെ ഉള്ളിലെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ കൊച്ചിൻ്റെ ഉള്ളിലെ വിശ്വാസം, അമ്മ പറഞ്ഞു കൊടുത്ത വിശ്വാസമാണ് ആ കൊച്ച് വീണ്ടും ആത്മീയതയിലേക്ക് വളരാനായിട്ട് സാധിച്ചത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ അനേകം മക്കളുടെ ജീവിതത്തിലേക്ക് വിശ്വാസം ഉണ്ടാകട്ടെ. അതാണ് നമ്മുടെ പ്രാർത്ഥന. വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് നിത്യത സ്വന്തമാക്കിയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും കാണുന്നു പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഈജിപ്റ്റുകാരെ കൊണ്ടുപോവുകയാണ്. കടലിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ ചെങ്കടൽ വിഭജിക്കുകയാണ്. ആ വരണ്ട ഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തിനെ അക്കരെ കടത്തുകയാണ്. നമുക്കറിയാം, ആ വരണ്ട ഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് പാടത്ത് ഒരു വെള്ളം വറ്റിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 2-3 ദിവസമെങ്കിലും പിടിക്കും ആ വെള്ളം ഒന്ന് വറ്റിപ്പോണെങ്കിൽ. ആ ദൈവത്തിൻ്റെ ശക്തി എന്ന് നോക്കിയേ, ആ വരണ്ട ഭൂമിയിലൂടെ ഇസ്രായേൽ ജനം അക്കരെ കടന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അതാണ്. അപ്പോൾ ആരെല്ലാം ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുന്നോ അവരിലൊക്കെ ദൈവത്തിൻ്റെ ശക്തി അനുഭവങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു ടച്ചിങ്, ഒരു അനുഭവമാണ് വിശ്വാസം. അപ്പോൾ അനുഭവത്തിലൂടെ വിശ്വാസത്തെ കണ്ടെത്താൻ ഒരിക്കലും തകരാൻ പറ്റില്ല. കാരണം അതിൻ്റെ ശക്തി
ആ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെല്ലാം നമ്മൾ വിശ്വാസത്തിനെതിരായിട്ട് എന്തെല്ലാം പറഞ്ഞാലും, ഇപ്പോൾ അന്ധവിശ്വാസങ്ങൾ അതേപോലെ തന്നെ അവിശ്വാസങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെട്ട് കഴിഞ്ഞാൽ ആരെല്ലാം നമ്മളോട് എന്തെല്ലാം തരത്തിൽ തെറ്റായ രീതിയിൽ വിശ്വാസത്തിനെതിരായി പറഞ്ഞാലും ആ വ്യക്തി ഒരിക്കലും വീണുപോകില്ല. കാരണം അടിയുറച്ച യേശുക്രിസ്തുവിലുള്ളൊരു വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് ഒരു കാര്യം കൂടെ ഞാൻ ഓർക്കുക. നമ്മൾ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി, അത് അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കൂട്ടത്തിൽ മറ്റ് അവിശ്വാസികളുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു ചോദിച്ചു, ആ അതെ. അപ്പം നിങ്ങളുടെ യേശു കുരിശിൽ മരിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരുടെ വിശ്വാസത്തെ ഒന്ന് ആലോചിച്ചു. അവൾക്ക് ആഴമായ വിശ്വാസം അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്ന് ഉടനെ അവൾ പ്രാർത്ഥനയൊക്കെ നിർത്തി അവർ പറയുന്ന രീതിയിലേക്ക് മാറ്റം തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ സഹോദരിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ വിശ്വാസം ആഴപ്പെടാനായിട്ട് അവർക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾ തകർന്നു പോവുകയില്ല. അപ്പോൾ ഇന്ന് പല യുവജനങ്ങൾക്കും സംഭവിക്കുന്ന ഇതാണ്. ഇന്ന് പ്രണയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ പേരിലൊക്കെ ഇന്ന് വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന യുവതി യുവാക്കൾ. അപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും തകർന്നു പോകില്ല. ആ വിശ്വാസത്തിൽ അവർ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. ഇന്ന് അനേകർ മാതാപിതാക്കളുടെ കണ്ണുനീര് വേദനയൊക്കെ ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും ഇങ്ങനെ പറയുന്നു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറ. ഈ തലമുറ അങ്ങനെയാണ് പോകുന്നത്. അവർക്ക് ആഴമായിട്ട് വിശ്വാസത്തിൽ വളരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് കിട്ടുന്നില്ല. ഒന്നാമത് പല യുവജനങ്ങളുടെ ഇടയിലും പ്രാർത്ഥനയില്ലാതെ പറ്റിപ്പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുമ്പോൾ ഈ ചാനലിലൂടെ നമ്മളിത് കേൾക്കുമ്പോൾ അനേകം മക്കൾക്ക് വിശ്വാസം ഉണ്ടാകണം. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മൊബൈലൊക്കെ റീചാർജ് ചെയ്യുന്നത് പോലെ, ഈ ചാർജ് ചെയ്യുന്നത് പോലെ നമ്മളിടയ്ക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് ശക്തി സ്വീകരിക്കണം. അപ്പോൾ ആ കുറവ് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. പണ്ട് കാരണവന്മാരൊക്കെ അവരുടെ ഒരു വിശ്വാസം, എന്ത് ജോലി ചെയ്താലും അവരുടെ വിശ്വാസത്തിൽ, പള്ളി, കൂദാശ ജീവിതം, ആ വിശ്വാസ ജീവിതത്തിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറക്ക് ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ശക്തമായിട്ട് ദൈവത്തിൽ ആഴപ്പെടാനായിട്ട് പരിശ്രമിക്കണം. നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താതെ, മുറിവേൽപ്പിക്കാതെ, കുറ്റപ്പെടുത്താതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ പോലും ദൈവം കൈവിടില്ല. അതാണ് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം. ഒരിക്കലും കൈവിടില്ല. അപ്പോൾ കൊറിന്ത്യസ്സുകാരുടെ ലേഖനത്തിൽ വീണ്ടും 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നിലനിൽപ്പാണ്. അപ്പോൾ വിശ്വാസത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കാനായിട്ട് പരിശ്രമിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അന്ന് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിശ്വാസം ഭയങ്കരമായിട്ട് കടന്നു വരുന്നു. എനിക്ക് ഇത്രയൊക്കെ മതി, എനിക്ക് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് ഇത്രയൊക്കെ മതി എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ, വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിലേക്ക് ദൈവം തന്നിരിക്കുന്ന മനുഷ്യന് വേണ്ടി. അപ്പോൾ അത് വിശ്വസിച്ചെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. വിശ്വസിക്കാത്തവനത് കിട്ടില്ല. നമുക്ക് ഒരുപാട് വരദാനങ്ങൾ, കൃപകൾ, ഇതെല്ലാം ദൈവം തന്നിരിക്കുന്ന. പക്ഷെ ഇത് സ്വന്തമാക്കണമെങ്കിൽ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നില്ല, പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നില്ല. അപ്പോൾ പ്രാർത്ഥനാരൂപി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് കാണിക്കും. അപ്പോൾ ആ രൂപയും കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ പിടിച്ചു നിൽക്കണം. ക്രിസ്തുവിൻ്റെ
ശക്തി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആത്മീയപരമായിട്ടുള്ള ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും യെശയ്യാ 55:3, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കും, നിങ്ങൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് കൂടുതൽ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് വേദനയിലൂടെ, ഒരുപാട് ദുഃഖങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുക. നേരം മരുന്ന് വാങ്ങി ഹോസ്പിറ്റലിലും വീടുകളിലൊക്കെ രോഗികളായിട്ട് ഒരുപാട് പേര്, കടപ്പ് രോഗികളായിട്ട് വേദന അനുഭവിക്കുന്നവരുണ്ട്. ഒത്തിരി പേര് വചനം കേൾക്കുന്നവരാണ്. പക്ഷെ വചനത്തിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എന്നെക്കുറിച്ചാണിത് പറയുന്നത്, എൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും, എന്ത് ദുഃഖമുണ്ടെങ്കിലും, എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് ഈശോയോടൊന്ന് പറയാം. ഈശോയോട് പറഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം സാധിക്കും. അതൊരു വിശ്വാസത്തിൻ്റെ തലമാണ്. ഞാൻ ഈശോയോട് ഏറ്റുപറയും എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വിഷമങ്ങളെല്ലാം. എന്തു തന്നെ ആയാലും അത് ഈശോയോട് പറയുമ്പോൾ എനിക്കതിനകത്തൊരു മാറ്റം കിട്ടാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ നമ്മൾ ജീവൻ്റെ വചനം മുറുകെ പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ വലിയ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ചൊരിയാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, നമ്മളൊന്നും കൂടി ഒന്ന് ചിന്തിക്കുകയാണ്. എൻ്റെ വിശ്വാസത്തെ നമ്മളൊന്നും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. എനിക്ക് വലിയൊരു അനുഭവം എനിക്ക് കിട്ടുന്നുണ്ടോ? വിശ്വാസത്തിലൂടെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അതായത് ഞാൻ ദൈവത്തെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ എന്തെങ്കിലും അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് ആവശ്യമാണ്. പക്ഷെ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഓടി നടക്കുന്നത്. സമാധാനം ഈശോ തരണം. ലോകം തരുന്ന സമാധാനമല്ല, ഈശോ തന്നെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ അത് വിശ്വാസത്തിൽ ആഴപ്പെട്ടെങ്കിലേ ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതുപോലെയാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹവും. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അരക്കച്ച അരയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ ദൈവത്തോട് നമ്മൾ എത്രമാത്രം ചേർന്ന് നിന്നോ അതനുസരിച്ചാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകാനായിട്ട് സാധിക്കുക. ദൈവം പറയുന്നത് പോലെ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുക. ഇന്ന് ദൈവസ്നേഹം കിട്ടാത്തത് കൊണ്ട് ലോകത്തിൻ്റെ പിന്നാലെ പോവുക. ലോകം തരുന്ന അറിവും, ലോകം തരുന്ന ബോധ്യങ്ങളും, അതിൻ്റെ പിന്നാലെയാണ് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൽ ആഴപ്പെടണം. അതാണ് ദൈവം നമ്മളോട് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ ഒരു സഹോദരനെ ധ്യാനിക്കാൻ വേണ്ടി വിട്ട ഒരു അനുഭവം ഉണ്ടായി. കാരണം അവന് വിശ്വാസം ഒട്ടുമില്ലായിരുന്നു. കാരണം അവനോട് ആ ധ്യാനത്തിന് പോകാൻ പറഞ്ഞിട്ട് അവനത് പോകാനായിട്ട് തയ്യാറായില്ല. കാരണം അവന് ഇച്ചിരി മദ്യപാനവും മറ്റ് ദുശീലങ്ങളൊക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ അവൻ പറഞ്ഞത്, ഈ ദുശീലങ്ങളോടുകൂടി ഞാൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയാൽ ശരിയാവില്ല, ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് പോകാം. ഒരിക്കലും അത് സാധിക്കില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ തുറന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവന് വേണ്ടി തുറന്ന് പുറകെ പറഞ്ഞു. അങ്ങനെ അവന് പോകാനായിട്ട് തയ്യാറായി. ലഹരി കൊണ്ടാണ് അവൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നത്. എന്നാൽ അവൻ വചനം കേൾക്കുമ്പോൾ അവൻ അസ്വസ്ഥത വന്നു. അവൻ ബാത്റൂമിൽ പോയി അത് രഹസ്യമായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞു. അങ്ങനെ വചനം കേൾക്കുന്ന അനുസരിച്ച് അവന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ അവന് വലിയൊരു അനുഭവമായി. അവൻ തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാനിതെല്ലാം ഉപേക്ഷിച്ചു, പറ്റില്ലായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ വചനം, ആ ജീവൻ്റെ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എനിക്കത് ഉപേക്ഷിക്കാതെ പറ്റില്ല. അങ്ങനെ ഞാനതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ കൂടി വലിയൊരു അനുഭവമാണ്. കൂട്ടുകെട്ടും കമ്പനിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം മാറി ഒരു പ്രത്യേക ദൈവിക അനുഭവം. ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. നമ്മളതിന് സഹകരിച്ചെങ്കിലേ ഓക്കെ ആവുള്ളൂ. അപ്പം നമ്മളും കൂടെ അതിന് സഹകരിച്ചെങ്കിലേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ സഹോദരനെ പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവണം. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് യേശുവിലൂടെ രക്ഷ അനുഭവിക്കണം. എൻ്റെ ഉള്ളിൽ ഒരു ദാഹം, ആ ദാഹം വന്നെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, എല്ലാ കാര്യത്തിലും നമ്മൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. നമുക്കൊരു രോഗം വന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് മടി കൂടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പലപ്പോഴും ഇന്ന് പ്രാർത്ഥനയുടെ കാര്യത്തിൽ എല്ലാവർക്കും മടിയാണ്. ഒന്ന് രോഗം വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ സുഖമാക്കുമോ, ദൈവത്തിൽ നിന്ന് കിട്ടുമോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, വചനം വായിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് ലഭിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ആഴപ്പെടണം, പ്രാർത്ഥിക്കണം. നമ്മൾ വചനം കേൾക്കാനായിട്ട് തയ്യാറാകണം. അതാണ് ഏറ്റവും വലുത്. ചിലരുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഇതാണ്, എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവം. അത് പാടില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എളിമയുള്ളവരായി വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ, ദൈവം ദാനമായിട്ട് തന്നതിൽ എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ അതിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അഹങ്കാരമാകാം, എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് കൂടുതൽ വർദ്ധിച്ചെന്നാവാം, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്ന മേഖലകൾ എൻ്റെ ജീവിതത്തിൽ വേട്ടയാടുന്നുണ്ട്, ഇതൊന്നും ഒരിക്കലും ദൈവ കൃപയിൽ വളരുവാൻ തടസ്സമാണ്. അപ്പോൾ എനിക്കെൻ്റെ ദൈവം ദാനമായിട്ട് തന്നതാണ് എൻ്റെ ശരീരവും വിദ്യാഭ്യാസവും കഴിവും സമ്പത്തും എല്ലാം. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല എന്ന്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയല്ല. നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സ്വാധീനങ്ങളിലൊക്കെ നമ്മൾ പരിശ്രമിച്ച് നോക്കും. പക്ഷേ ഈശോ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇനി മറ്റൊരു തലമാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇനി ശത്രുത, വിദ്വേഷം, ഇതെല്ലാം ഈ മേഖലകളിൽ നിന്നെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ശുശ്രൂഷ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയാൻ വേണ്ടി ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.